കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനസമ്പത്തും വന്യമൃഗസമ്പത്തും ഉള്ള ജില്ലയാണ് വയനാട്. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വനഭാഗങ്ങളോട് അതിർത്തി പങ്കിടുന്ന ഈ ജില്ല പശ്ചിമഘട്ടത്തിലെ അപൂർവ ജൈവവൈവിധ്യ മേഖലയാണ്. ആകെ ഭൂവിസ്തൃതിയുടെ 2/3 ഭാഗവും വനമാണെന്നതാണ് വയനാടിൻ്റെ പ്രത്യേകത. 867 ചതുരശ്ര കിലോമീറ്ററാണ് വയനാടിൻ്റെ വനവിസ്തൃതി. വനവും വനാതിർത്തിയുമായി വലിയ സംഘർഷങ്ങളില്ലാതെ വനം സംരക്ഷിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചും പ്രകൃതിക്കൊപ്പം ജീവിച്ചവരായിരുന്നു കർഷകരും ആദിവാസികളും മുന്നോട്ട് പോയിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ കാട്ടാനയുടെയും കാട്ടുപോത്തിൻ്റെയും ആക്രമണത്തിലായിരുന്നു ഇവിടെ മനുഷ്യജീവനുകൾ പൊലിഞ്ഞിരുന്നത്. 2005 മുതലാണ് വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ കടുവയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ കണ്ടു തുടങ്ങിയത്. 10 വർഷങ്ങൾക്കുള്ളിൽ കടുവ മനുഷ്യനെ ആക്രമിക്കുന്ന വാർത്തകളും കേട്ടു തുടങ്ങി. 2018 കടുവ സെൻസസ് അനുസരിച്ച് 154 കടുവകളാണ് വയനാടൻ വനങ്ങളിൽ ഉള്ളത്. 2022 വീണ്ടും കണക്കെടുപ്പ് നടന്നു. അന്ന് കടുവകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു എന്നായിരുന്നു ഒരു പ്രചരണമുണ്ടായിരുന്നത്. എന്നാൽ 2022 കണക്ക് 2023 വനംവകുപ്പ് മന്ത്രി പ്രസിദ്ധീകരിച്ചപ്പോൾ 84 കടുവകളാണ് വയനാട് വനാതിർത്തികളിൽ ഉള്ളത്, വനത്തിനുള്ളിൽ ഉള്ളത് എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത്. ഈ കണക്കുകളെ സംബന്ധിച്ച് പൊരുത്തക്കേടുകൾ, ആളുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ 154 നിന്ന് എണ്ണം വർദ്ധിക്കുകയാണോ അതോ 154 നിന്ന് 84 കടുവകളുടെ എണ്ണം ചുരുങ്ങുകയാണോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആളുകൾ പറയുന്നതനുസരിച്ചും നാട്ടിൽ ഇന്ന് നടക്കുന്ന വിശേഷങ്ങൾ അനുസരിച്ചും മനസ്സിലാക്കുന്നത് 154 നിന്ന് വർധനവ് ഉണ്ടായിട്ടുണ്ട്, വംശവർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കടുവയുടെ ആക്രമണത്തിൻ്റെ നാൾവഴികൾ ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. 2015 ഫെബ്രുവരിയിൽ നൂൽപ്പുഴയിൽ ഭാസ്കരൻ എന്ന 62കാരൻ മരണപ്പെട്ടതാണ് കടുവയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ ആദ്യത്തെ ജീവൻ പൊലിയാൻ ഇടയായ ഒരു സംഭവമുണ്ടായത്. 2015 ഫെബ്രുവരി 14 തമിഴ്നാട് അതിർത്തിയിൽ ഇതേ കടുവ തന്നെ മറ്റൊരു സ്ത്രീയെ ആക്രമിച്ചു. മഹാലക്ഷ്മി എന്ന 30കാരിയാണ് അന്ന് ആ കടുവയുടെ ആക്രമണത്തിൽ വീണ്ടും കൊല്ലപ്പെട്ടത്. 2015 ജൂലൈ 4 കുറിച്യാട് ബാബുരാജ് എന്ന 23കാരനും കടുവയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. 2015 ഡിസംബർ 24 തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനുള്ളിൽ ബസവൻ കൊല്ലിയിൽ ബസവൻ എന്ന ഒരു പട്ടികവർഗ യുവാവും കടുവയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. 2019 ഡിസംബർ 24 ബത്തേരി പച്ചാടിയിൽ ജഡയൻ എന്ന ആളാണ് കടുവയുടെ ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത്. 2020 ജൂൺ 16 പുൽപ്പള്ളി ബസവൻ കൊല്ലിയിൽ ശിവകുമാർ എന്ന ഒരു യുവാവും കടുവയുടെ ആക്രമണത്തിന് ഇരയാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 2023 ജനുവരി 12 തൊണ്ടർനാട് പഞ്ചായത്തിലെ പുതുശ്ശേരിയിൽ തോമസ് എന്ന 50കാരൻ കടുവയുടെ ആക്രമണത്തിനിരയാകുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. 2023 ഡിസംബർ 9 വാഗേരി സ്വദേശിയായ പ്രജീഷ് കൂടല്ലൂരിൽ വെച്ച് പുല്ലരിയുന്നതിനിടെ കടുവയുടെ ആക്രമണത്തിനിരയായി. 36കാരനായ പ്രജീഷിന്റെ മരണം വലിയ കോലാഹലങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇടയാക്കുകയും ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അന്ന് കുറേയേറെ വാഗ്ദാനങ്ങളൊക്കെ വനം വകുപ്പ് അധികൃതർ നൽകുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജനുവരി 24 അതായത് കഴിഞ്ഞ ദിവസം പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന 45കാരിയാണ് അവസാനമായി കടുവയ്ക്ക് ഇരയാവുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. പഞ്ചാരക്കൊല്ലിയിലെ കൃഷിയിടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെ കടുവ രാധയെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ഭാഗികമായി ശരീരം ഭക്ഷിച്ച നിലയിൽ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയുമാണ് ചെയ്തത്. അതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ നിൽക്കുന്ന ഈ സമയത്താണ് നമ്മൾ ഈ കാട്ടുമൃഗങ്ങൾ കൊലയാളികളാകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വന്യമൃഗശല്യ പ്രതിരോധത്തിന് ഫെൻസിംഗ് ഉൾപ്പെടെ പല മാർഗങ്ങളും ഉണ്ടെങ്കിലും കടുവയും പുലിയും നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഇല്ലാത്തത് വനാതിർത്തി ഗ്രാമങ്ങളിൽ മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട്. വിശദമായ പഠനത്തിലൂടെ, ശാസ്ത്രീയമായ ഇടപെടലിലൂടെ, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടിയിലൂടെ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. കടുവകൾ ആക്രമണകാരികളാകുമ്പോൾ 2 നടപടിയാണ് ഉണ്ടാവുക. ജനങ്ങളാകെ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ അധികൃതർ ഈ പ്രതിഷേധം ശമിപ്പിക്കാനായി 2 പ്രഖ്യാപനങ്ങൾ നടത്തും. അതിലൊന്ന് കടുവയെ പിടികൂടും എന്നുള്ളതാണ്. രണ്ടാമത് വീണ്ടും പ്രതിഷേധം തീവ്രമാകുമ്പോൾ കടുവയെ മയക്കുപിടിവെക്കും അല്ലെങ്കിൽ വെടിവെക്കും എന്ന ഉത്തരവിറക്കും. വയനാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കടുവയെയും വെടിവെച്ച് കൊന്ന ചരിത്രം ഇല്ല. അതേസമയം മയക്കുവെടി വെച്ച് പിടികൂടിയ ചരിത്രമുണ്ട്. കൂടുവെച്ച് കൂട്ടിൽ കുടുങ്ങിയ ചരിത്രമാണ് കൂടുതലുള്ളത്. ഇങ്ങനെ പിടികൂടുന്ന കടുവയെ, കടുവ ദേശീയ മൃഗം ആയതിനാൽ തന്നെ കൊല്ലുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല.
ജനങ്ങൾ പ്രതിഷേധ ശബ്ദം ഉയർത്തുമ്പോൾ ശമിപ്പിക്കാനായി കടുവയെ വെടിവെച്ചു കൊല്ലും അല്ലെങ്കിൽ കടുവയെ പിടികൂടും എന്ന പ്രഖ്യാപനം നടത്താൻ മാത്രമേ അധികൃതർക്ക് കഴിയൂ. കടുവ ദേശീയ മൃഗമായതുകൊണ്ട് ദേശീയ കടുവ അതോറിറ്റിയുടെ നയങ്ങളും തീരുമാനങ്ങളും നിബന്ധനകളും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ ഇവിടെ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പിടികൂടുന്ന കടുവകളെ ബത്തേരിയിലുള്ള ഹോസ്പൈസ് സെന്ററിലേക്കാണ് മാറ്റുന്നത്. ഇന്നവിടെ ഹോസ്പൈസ് സെന്ററിൽ കടുവകളുടെ എണ്ണം കൂടുതലായതിനാൽ തന്നെ പിടികൂടിയ കടുവകളെ പാർപ്പിച്ചും പരിചരിച്ചും ഉള്ളതിനാൽ തന്നെ ഹോസ്പൈസ് സെന്ററിൽ ആവശ്യത്തിന് കടുവകളെ പാർപ്പിക്കാനുള്ള സംവിധാനം ഇപ്പോഴില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏറ്റവും അവസാനം പുൽപ്പള്ളി അമരക്കുനിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റാനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ് അധികൃതർ ഉള്ളത്. തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്ക് മാറ്റാനുള്ള അനുമതി തേടി കാത്തിരിക്കുകയാണ് വനം വകുപ്പ് അധികൃതർ. ഇനി ഒരു കടുവയെ കൂടി വയനാടിൻ്റെ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നോ വനാതിർത്തികളിൽ നിന്നോ പിടികൂടുകയാണെങ്കിൽ ഹോസ്പൈസ് സെന്ററിലേക്ക് എത്തിച്ച് പരിചരണം നൽകണമെങ്കിൽ അവിടെ സൗകര്യം വേണം. അതിനായാണ് ഇപ്പോൾ ഒരു കടുവയെ അമരക്കുനിയിൽ നിന്ന് പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നത്. വയനാട് ജില്ലയിൽ ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ കടുവ ആക്രമണ ഭീഷണിയുണ്ട്, പുലിയുടെ ഭീഷണിയുണ്ട്. അതിനാൽ തന്നെ കൂട് വെച്ച് കാത്തിരിക്കുന്നുണ്ട്. ഏകദേശം 5 സ്ഥലത്ത് വയനാട് ജില്ലയിൽ ഇപ്പോൾ കടുവയ്ക്കായി കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരകളായി ആടിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെയോ ആണ് ഇരയായി വയ്ക്കുക. ഇങ്ങനെ കടുവകൾ കൂട്ടിലായില്ലെങ്കിൽ കോമ്പിംഗ് നടത്തി, അതായത് കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ച് കടുവയ്ക്കായി തെരച്ചിൽ നടത്തി വിദഗ്ധരായ ഉദ്യോഗസ്ഥർ, അതായത് ഡോക്ടർ അജേഷ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സക്രിയയുണ്ട്, അവരുടെ കൂടെ RRT ടീം അംഗങ്ങളുണ്ട്, സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ട്. ഈ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച്, ദൗത്യ സംഘത്തെ ഉപയോഗിച്ച് കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ച് കോമ്പിംഗ് നടത്തി മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഇതിലേതെങ്കിലും ഒന്നും സാധ്യമായി കഴിഞ്ഞാൽ ഈ പിടികൂടിയ കടുവകൾക്ക് ഏതെങ്കിലും തരത്തിൽ പരുക്കുകളുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇര പിടിക്കാൻ കഴിയാതെ വനത്തിൽ നിന്ന് പുറത്തു ചാടിയതാണോ, പ്രായം കൂടുതലുള്ളതാണോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും അവയ്ക്ക് പരിചരണം നൽകുക. ഇങ്ങനെയുള്ള നിബന്ധനകളും നിയമങ്ങളും ഒക്കെ അനുശാസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായി ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനാണുള്ളത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പും മറ്റു വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി കൃത്യമായ ശാസ്ത്രീയമായ നടപടികളിലൂടെ വന്യമൃഗ ശല്യ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഉയരുന്നത്. ഇതിന് മുഖവിലക്കെടുത്ത് ജാഗ്രതയോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ മനസ്സ് കാണിക്കും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.